ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടു കാണും. പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ ആദില, നൂറ സംസാരിച്ച് കരഞ്ഞ് മെഴുകുന്നുണ്ട്. ഇവരാണ് കുറച്ചു മുന്നേ വഴക്കുണ്ടായപ്പോൾ അവിടെ അക്ബറിനോടാണെങ്കിലും ഷാനവാസിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനുമോൾക്ക് കരച്ചിൽ നാടകം ഇറക്കി കുടുംബ പ്രേക്ഷകരെ അങ്ങ് കയ്യിലെടുക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിചാരമാണ്, ഫുള്ള് കരഞ്ഞ നാടകമാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കരച്ചിലാണ് പിഴിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പോയിരുന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് സംസാരിച്ച് കരയുന്നുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ല ബേബി, ആ ബേബി, ആ ബേബി, ഈ ബേബി ബേബി എന്നുള്ള നമ്മൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ കാണുമ്പോൾ ആ ബേബി എന്തോണ്ടെന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ ആ ബേബി വിളി കേട്ട് ഇതുപോലെ അരോചകം വേറൊന്നുമില്ല. അതും പ്രത്യേകിച്ച് ഈ ആദില വിളിക്കുന്ന ബേബി ബേബി കേൾക്കുമ്പം സത്യം നിങ്ങൾ കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്, എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. എല്ലാവരും വിചാരിക്കും അതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇതെന്ന്. അതല്ല, കുറെ ദിവസമായിട്ട് തന്നെ ഞാനിത് ചെക്ക് ചെയ്യുന്നതാണ്. ഈ ബേബി ബേബി വിളി എന്തോ അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ബേബിയാണ് ഈ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെ വന്നിരുന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ലേന്ന്. ഇവര് പറയുന്നത് ഇവർക്കാരുമില്ലാതാക്കിയത് നമ്മളാണ്. ഇത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഇവർക്ക് ആരും ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ആരെയൊക്കെയോ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് അവരുടെ വീട്ടുകാരെ നാണം കെടുത്തി മാനം കെടുത്തി സ്വന്തം കേസ് കൊടുത്ത് ഒക്കെ ഇറങ്ങിപ്പോയത്. ഞങ്ങൾക്ക് ഇവരെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ്, അതുപോലെ ആദിൽ അവരുടെ ഫാദറിനെ കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വന്ന് കിടന്നങ്ങ് ന്യായീകരിക്കുന്നു. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നതും. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വെളിയിലുള്ള കുറച്ച് സിമ്പതി പിടിച്ചു പറ്റുക. അറിയാലോ, അയ്യോ രണ്ട് പെണ്ണുങ്ങൾ അവർ എന്ത് തെറ്റ് ചെയ്തു, അവർ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, നല്ല പിള്ളേരെന്ന് പറയിച്ച് ആൾക്കാർ കുറെ പേര് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വെളിയില് നല്ല ഹ്യൂജ് ഫാൻസ് ഉണ്ട്. ഇവരിപ്പം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഹ്യൂജ് ഫാൻസ് ഒക്കെ ഉണ്ടായി. ഇവരെ അംഗീകരിച്ചു തുടങ്ങി വെളിയിലുള്ള ആൾക്കാരെന്നൊരു വിചാരമുണ്ട്. പൊട്ട വിചാരം. അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. പിന്നെ ലക്ഷ്മിയുടെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ലക്ഷ്മി അന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ളത്. അന്ന് ഞാനും എതിർത്ത് വീഡിയോ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു, ഇതിനെ ഒന്നും വീട്ടിൽ കയറ്റാനേ കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ കൂട്ടുകൂടാൻ കൊള്ളാത്ത ആൾക്കാർ. കാരണം ഇവരോട് കൂട്ടുകൂടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമയമാകുമ്പോൾ അതൊരു ആയുധമാക്കി എടുക്കും. അതാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ എടുത്തിരിക്കുന്നത്. അനുമോള് ഇവരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണ് കണ്ടത്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ അവിടെ നിന്നുള്ളത് അങ്ങനെയല്ലായിരുന്നു. അനുമോളെ ചതിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ രണ്ടുപേരും ഇടപെട്ടത്. അപ്പൊ ഇവർക്കാണോ അഭിനയിക്കാൻ അറിയാവുന്നത്, ഈ പറയുന്ന അനുമോൾക്കാണോ? ഇവരാണ് 100% അഭിനയിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് പല പ്രാവശ്യങ്ങളിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ഞാൻ പറയട്ടെ, ഇവള് ആള് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീ നാറും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേ അങ്ങ് പറ, മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റാത്തത് ആരുമില്ല, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അവള് നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ഈ അനുമോള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തും ആയിക്കോട്ടെ, നീ ആരെയായി പേടിപ്പിക്കുന്നത്? എന്നാ നീ അങ്ങ് പറഞ്ഞു, ഞങ്ങൾ സഹിക്കാൻ റെഡിയാണ്. അത്രേ ഉള്ളല്ലോ കാര്യം. നിങ്ങളെ പോലെ കൂടെ നിന്ന് കാല് വാരുന്നില്ല എന്നുള്ളതാണ് അനുമോളുടെ മെയിൻ പോയിന്റ്. എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും അനുമോളാണെങ്കിൽ ഇവരെ കുറിച്ച് ആരോടും പോയിട്ട് ഒരു നുണയോ ഒരു കൊതിയോ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഈ ആദിലയും നൂറയും അങ്ങനെയല്ല. അപ്പോൾ തന്നെ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരൊക്കെയാണോ അവരോട് പോയി A to Z കഥകൾ പറയാറുണ്ട്. ഫുള്ള് നെഗറ്റീവാണ് പറയുന്നത്. അത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വരെ അനുമോളുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ ആ വീട്ടിൽ രാത്രി ഉറങ്ങാതിരുന്ന് വരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആൾക്കാരാണ് ഈ ആദിലയും നൂറയും. എന്തൊക്കെയാ അന്ന് പറഞ്ഞത് അനുമോളെ കുറിച്ച്? അനുമോള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവരിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് അതാണ്. ഫെയിം ഉണ്ട്, അനുമോളുടെ ഫെയിം കണ്ടാണ് ഇവര് കൂടിയത് എന്ന് അനുമോള് പറഞ്ഞു എന്നാണ് ഇവര് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അനുമോള് പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എന്റെ കൂടെ കൂടിയത് എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം നിങ്ങൾ എന്റെ കൂടെ കൂടി എന്നെ ചതിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്റെ കൂടെ കൂടിയത് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് അവിടെ അനുമോൾ ഉദ്ദേശിച്ചത്. ഒരിക്കലും അനുമോൾ ഇത്രയും ദിവസമായിട്ട് അവിടെ വന്നിട്ട് ഒരു ഫെയിമിന്റെ കാര്യമായിക്കോട്ടെ, ഞാനൊരു സീരിയൽ താരമാണെന്നോ ഞാനൊരു സെലിബ്രിറ്റി ആണെന്നോ ഒന്നുമുള്ള ഒരു ഹുങ്കും അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. സാധാരണ ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. അല്ല, ഇപ്പൊ അപ്പാനിയെ പോലെ ഞാൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ചു, ഞാൻ ഇത്രയും വലിയ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഉറപ്പായിട്ടും അത് ഫെയിമിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. അനുമോൾ അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്റെ കൂടെ കൂടിയത് എന്നെ ചതിക്കാനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിന് ഉദാഹരണം, അതിനുശേഷം അനീഷുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ
ഇവിടെ അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇവരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, പക്ഷെ ഇവരെന്നെ അങ്ങനല്ല കണ്ടത്, ഇവരെന്നെ ചതിക്കുമായിരുന്നു പറയുന്നുണ്ട്. അതിനെ വളച്ചൊടിച്ച് എന്തോ വലിയ സംഭവമാക്കി മാറ്റി എന്നുള്ളൊരു വിചാരമാണ് ഇപ്പോൾ ഈ ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ളത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലക്ഷ്മി പറഞ്ഞത്, ഇവരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത്. അത് ഇപ്പോൾ സത്യമായിട്ട് പലർക്കും തോന്നുന്നുണ്ട്. നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും, അവിടെ അനീഷ് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ആൻസർ ഇല്ല. ആ സമയത്ത് നൂറയുടെ അഹങ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. നൂറ എന്തോ ടോപ്പ് 5 ആയപ്പോഴത്തേക്ക് നൂറയുടെ വിചാരം എനിക്ക് ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിയെന്നാണ്. എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, അവരുടെ വിചാരം അവർക്ക് വെളിയിൽ ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ്. നൂറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെക്കാളൊക്കെ മേളിൽ സെലിബ്രിറ്റി ആയി പോയെന്നുള്ളൊരു വിചാരമാണ്. ഒരിക്കലും അല്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിപ്പോ നൂറയ്ക്കും കണ്ണു കാണാതായി എന്നുള്ളതാണ്. ആദിലയുടെ കൂടെ കൂട്ട് പിന്നെ എങ്ങനെ അങ്ങനെ ശരിയാവുന്നത്? അനീഷിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഈ നൂറ, ഇരിക്കണോ അവിടെ, തനിക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അനീഷേട്ടാ അനീഷേട്ടാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഷാനവാസിന് കിട്ടിയത്. ഷാനവാസുമായിട്ട് വഴക്കുണ്ടായപ്പോൾ എടാ ഷാനവാസേ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പൊ ഷാനവാസ് ഇക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് നോക്കിക്കോണം. പിണങ്ങുമ്പോൾ എടാ ഷാനവാസേ, എടാ അനീഷ് താൻ ഇരിയടോ, ഒക്കെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അനീഷേട്ടാ ഷാനവാസേട്ടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവരെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് എനിക്കെന്തോ ഇവരോട് ആ ലക്ഷ്മി വന്ന് സംസാരിച്ചപ്പോൾ നമുക്കും ഒരു സഹതാപം തോന്നിയിരുന്നു. പക്ഷെ ആ സഹതാപമൊക്കെ അങ്ങ് മാറ്റേണ്ടി വന്നു. ഇനിയും ഒരു 50 ദിവസം കൂടെ അവിടെ നിൽക്കുവാണെങ്കിൽ ഇവർ ശരിക്കും എക്സ്പോസ് ആകും. അതോടെ ഇവരെ എല്ലാവരും പൂർണ്ണമായും വെറുക്കും. കുറച്ചുകൂടെ ദിവസം അവിടെ ആദിലെ നൂറെ നിന്നത് കാര്യമായി എന്ന് തന്നെ ഞാൻ പറയും. അല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു പാവം കുട്ടികളാണ്, അല്ലെങ്കിൽ അയ്യോ എന്തോ ഒരു പാവമാണെന്നുള്ളൊരു വിചാരമൊക്കെ എല്ലാവർക്കും ഉണ്ടായേനെ. എന്തായാലും ബിഗ് ബോസിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. രണ്ടിനെയും നേരത്തെ പറഞ്ഞു വിട്ടില്ല. ഇപ്പൊ ശരിക്കും എക്സ്പോസ് ആയിട്ട് തന്നെയാണ് വെളിയിൽ വിടുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവര് രണ്ടുപേരും അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്. അത് 100% തെളിഞ്ഞ കാര്യങ്ങളാണ്. ഒരു ഫ്രണ്ട്സ് ആയിട്ട് പോലും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല. എന്ത് പറഞ്ഞാലും അതൊരു ആയുധമാക്കി തിരിച്ചടിക്കാൻ ഉള്ള സാധനം അവരെപ്പോഴും കരുതി വെക്കും. അതുപോലെ തന്നെ അനുമോൾ ഇവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെ അനുമോളെ ഏതെല്ലാം രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുമോളുടെ കൈ തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അനുമോളുടെ കൈ തെറ്റുണ്ടെങ്കിൽ അത് വലിയ തെറ്റൊന്നുമല്ല, ചെറിയൊരു തെറ്റേ ഉണ്ടായിട്ടുള്ളൂ. ആ വിളമ്പി കൊടുക്കുന്ന സമയത്തുണ്ടായ ആ തെറ്റ്, കുറച്ചു പേർക്ക് കൂടിപ്പോയി, കുറച്ചു പേർക്ക് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ആ ചെയ്ത ഒരു തെറ്റ്. ആ തെറ്റിനെ ഇത്രയും വലുതാക്കി എല്ലാവരുടെയും മുന്നിൽ കടിച്ചു പറിക്കാൻ ഇട്ടുകൊടുത്തത് ഈ ആദിലയും നൂറയുമാണ്. ഒരു ഫ്രണ്ട്സ് ആണ് എന്താണ് ചെയ്യുന്നത്, ആ സമയത്ത് എന്തെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞു മിണ്ടാതെ പോയി മാറിയിരിക്കും. അക്ബറിന്റെ ക്വാളിറ്റി അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അക്ബറിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പുറത്തായി അക്ബറിന്റെ കൂടെ നിന്നവരെല്ലാം, അതെല്ലാം ശരിയാണ്. പക്ഷെ അക്ബറിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അക്ബർ കൂടെ നിൽക്കുന്നവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അക്ബർ അവിടെ ഒരു മൈനസ് പറയത്തില്ല. അക്ബർ അത് കേൾക്കും, അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ ഇട്ട് കൊടുക്കാറില്ല, ഒരാളെയും ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവര് മറ്റുള്ളവരിലേക്ക് കടിച്ചു പറിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തെറ്റ് കണ്ടെങ്കിൽ ഓക്കെ, പിന്നെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയാലോ നീ ചെയ്ത് തെറ്റാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളൊന്നും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു മാന്യത. പക്ഷേ ഈ ഒരു വിഷയത്തിന് അവിടെ കടിച്ചു പറിക്കാൻ ഇട്ട് കൊടുത്തത്, ഇതെല്ലാം ഈ 1.5 മണിക്കൂർ കൺസെഷൻ റൂമിൽ പോയതിന്റെ ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അടുത്തൊരു റോബിൻ രാധാകൃഷ്ണൻ ഒരു ലേഡി ആയിട്ട് പിറക്കാൻ പോകുന്നു എന്നാണ് എനിക്കിപ്പോ ഒരു സംശയം വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് പോയാൽ മതി, എനിക്ക് ഇവിടെ നിൽക്കാം എന്ന് വെച്ചാൽ മാനസികമായിട്ട് അത്രയും തളർന്നിട്ടുണ്ട് ആള്. നാളത്തെ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ, നാളത്തെ ഒരു മണി ടാസ്കിന്റെ പ്രൊമോ കാണുമ്പോൾ തന്നെ അനുമോള് വിഷമിച്ച് നിൽക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇത് തന്നെ ആയിരിക്കാം കാരണം. ഇങ്ങനെയാണെങ്കിൽ മെന്റലി ടോർച്ചർ ചെയ്ത് ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ലാലേട്ടൻ വന്ന വലിയ ഡയലോഗ് അടിച്ച് നെവിനോട്, ഞങ്ങളൊന്നും വിചാരിക്കാതെ ഇവിടെ നിന്നൊന്നും ആരും ഇറക്കി വിടത്തില്ലെന്നൊക്കെ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, അനുമോള് പോവാന്ന് പറഞ്ഞാൽ ആ നിമിഷം കഥ തുറന്നു കൊടുക്കും പൊയ്ക്കോളാൻ. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ വേറെ ആരുമല്ല, ആദില നൂറ അവിടെ ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എന്തായാലും 3 പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 5. അപ്പൊ അനുമോളെ ഇവർക്ക് എങ്ങനെയെങ്കിലും താഴത്തിടണം. അനുമോള് താഴെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുമോള് സ്വന്തമായിട്ട് ഇറങ്ങി പൊക്കഴിഞ്ഞാൽ, എന്തായാലും ഇവർക്ക് വോട്ടിംഗ് വഴി ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരെ ഹരാസ് ചെയ്ത് മെന്റലി ടോർച്ചർ ചെയ്ത് എങ്ങനെയെങ്കിലും ഇറക്കി വിടാനേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ ഇറങ്ങി പൊക്കഴിഞ്ഞാൽ ഇവർക്ക് ലോട്ടറി അടിക്കും. വേറൊന്നുമല്ല, ഈ പറഞ്ഞ ആദിലയും നൂറയും ഒരുമിച്ച് ടോപ്പ് 5 വന്നു കഴിയുമ്പോൾ അതൊരു ഭയങ്കര ന്യൂസാക്കി മാറ്റും. മലയാളം ബിഗ് ബോസ് ഒരു ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ള രീതിയിലൊക്കെ ഇവരെ വരുത്തി തീർക്കും. അതിനുള്ള ശ്രമമായിട്ടാണ് എനിക്കിതിനെ ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുള്ളത്. അതിന് ബിഗ് ബോസ് കൊടുത്തു വിട്ട നല്ല ക്ലാസ് 1.5 മണിക്കൂർ ഇരുത്തി നല്ല ക്ലാസ് കൊടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിന്റെ കരച്ചിൽ നാടകവും ഇനിയും നമുക്ക് പലതും കാണാൻ പറ്റും, പല നാടകങ്ങളും കാണാൻ പറ്റും.
അത് നാടകമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അനീഷിനോട് വഴക്കുണ്ടാക്കുമ്പോൾ എടാ അനീഷെ പോടാ നീ വാടാ ഇരിയടാ എന്നൊക്കെ പറയും. ഷാനവാസിനോട് വഴക്കുണ്ടാക്കുമ്പോൾ എടാ ഷാനവാസെ നീ പോടാ ഷാനവാസ എന്നൊക്കെ പറയും. പക്ഷെ മിണ്ടി കഴിയുമ്പോൾ ഷാനവാസിക്ക അനീഷേട്ടാ ഇങ്ങനെ നടക്കുന്നത് കാണാം. അവർക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനമില്ല. ഇവർക്ക് അപ്പപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പണ്ടുള്ളവർ പറയും പലർക്കും. ആ ഒരു സ്വഭാവമായിട്ടാണ് എനിക്കിപ്പോൾ ഇതിനെ തോന്നുന്നത്. നിങ്ങൾക്കും അത് മനസ്സിലായി കാണും. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്തത് അക്ബറാണ്. നെവിനെയും മാനിപ്പുലേറ്റ് വെച്ചിരിക്കുന്നത് അക്ബറാണ്. അപ്പം ഈ അക്ബർ എവിടെ നിൽക്കുന്നോ അവിടെ ഇപ്പൊ ഈ സാബുമാനാണെങ്കിലും ഈ പറയുന്ന നെവിനാണെങ്കിലും നിൽക്കത്തുള്ളൂ. പക്ഷെ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാബുമാനെ പോലെയല്ല. സാബുമാൻ രണ്ടു വെള്ളത്തിലും കാലി ഔട്ടുന്നവനാ. കുറച്ചുനേരം അവിടെ നിൽക്കും, കുറച്ചുനേരം വന്ന് ഇവിടെ നിൽക്കും, ഹേ എന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കും. എനിക്കറിയത്തില്ല ഇവൻ നിന്ന് പോകുന്നത് തന്നെ ചില ആൾക്കാരെ മറ്റുള്ളവർക്കെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരെ എഴുതുന്ന വോട്ട് കൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ അവനും ഒരു വിചാരമുണ്ട് ഞാൻ വലിയ വയറായി പോയെന്ന്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, വെളിയിൽ പോയിട്ട് വേണം എനിക്ക് ഉദ്ഘാടനത്തിനൊക്കെ പോകാൻ, നമുക്ക് ഫാൻസ് ഒക്കെ ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് മസിലൊക്കെ പിടിച്ചിട്ടേ. എടാ നിനക്ക് എവിടെയാടേ ഫാൻസ്? നിനക്ക് എങ്ങനെയാ ഫാൻസ് ഉണ്ടായെന്നുള്ളത് നീ ഒന്ന് വെളി വന്ന് കാണും. നിനക്ക് എവിടെ നിന്നാണ് ഈ ഫാൻസ്? അല്ലെ പിന്നെ ആര്യം കൊണ്ടുവന്നത് പോലെ വീട്ടുകാര് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവരേണ്ടി വരും. സ്വന്തമായിട്ട് കാശ് മുടക്കി 10 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. അല്ലാതെ സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒന്നും ഈ പറയുന്ന സാബുമാൻ അവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്തായാലും നിൽക്കുന്നുണ്ട്, 2 വള്ളത്തിൽ കാല് ചവിട്ടിയാണ് നിൽക്കുന്നത്. ഡബിൾ സ്റ്റാൻഡ്. അവിടെ ഒന്ന് പറയുമ്പോൾ മാനിപ്പുലേറ്റ് ആവും. ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ഈ സാബുമാനെ. പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ 10 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ പുള്ളി അവർക്കും അതാണ് സത്യം എന്ന്. അപ്പുറത്ത് പോയിട്ട് അവർ പറയുമ്പം അവർക്കും അതാണ് സത്യം. അപ്പൊ സ്വന്തമായിട്ട് ഒരു നിലപാടോ ഒരു സ്റ്റാൻഡോ ഇല്ലാത്തവരത്ത് ചുമ്മാ അവിടെ ഒരു ആരുടെയോ ദയയിലൊക്കെ നിന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ നെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം മുതലേ പറയാറുണ്ട്, നെവിൻ ഒറ്റയ്ക്ക് കളിച്ചാൽ ബെസ്റ്റ് പ്ലെയർ ആണ്. ഈ പറഞ്ഞ അക്ബറിന്റെയോ ആരുടെയും കൂടണ്ട. അവിടെ നെവിൻ ഒറ്റയ്ക്ക് കളിച്ച് ഗെയിമിനെ ഗെയിമായി കണ്ട് ഒറ്റയ്ക്ക് കളിച്ചാൽ നെവിനോട് പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷെ നെവിന്റെ അഹങ്കാരം ഇതുപോലെ തന്നെ തലയ്ക്ക് പിടിച്ചു. ഈ ആദിലയ്ക്ക് നൂറയ്ക്കും എന്താണ് സംഭവിച്ചത്? അത് തന്നെയാണ്, ആ അഹങ്കാരം തന്നെയാണ് നെവിനും പിടിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവരെല്ലാം ഒരേ ഇതാണല്ലോ. എന്നുവെച്ചാൽ ഇവരിങ്ങനാണ്. ഇവർക്ക് എവിടെങ്കിലും ഒരു ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവര് പിന്നെ അതാണ് സ്വർഗം എന്ന് പറഞ്ഞ് അറമാദിക്കുന്നതായിട്ട് നമുക്ക് പലരെയും കാണാം. അതുപോലെ റിയാസിനെ നമുക്ക് പ്രത്യേകം എടുത്തു പറയണം. റിയാസിന്റെ അഹങ്കാരം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവനാണ് എന്തോ സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് റിയാസ് നടക്കുന്നത്. ഇപ്പോഴും റിയാസിന്റെ സ്വഭാവം നോക്കിയാൽ ഞാൻ അറിയാം. പക്ഷെ എനിക്ക് അപ്പോഴും ഒരു ബഹുമാനം ഇപ്പൊ തോന്നുന്നതാണെന്ന് വെച്ചാൽ ജാസ്മീനോടാണ് കേട്ടോ. റോബിന്റെ സീസണിൽ ഉണ്ടായിരുന്നു ജാസ്മീൻ. ഇപ്രാവശ്യം ആ വീട്ടിലൊക്കെ ഒന്ന് വന്നിരുന്നു, പക്ഷെ വലിയ ഇതൊന്നും ഇല്ല. ജാസ്മീൻ എന്തോ ഇവരുടെ കൂട്ടത്തിൽ എങ്ങാനും മാറിപ്പോയെന്ന് എനിക്കിനി അറിയത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ജാസ്മീൻ നല്ല ഒരു രീതിയിലൊക്കെ പെരുമാറുന്നതായിട്ട് തോന്നി. പഴയ ഒരു ജാസ്മീനെ നമുക്ക് അത്രയും നമ്മൾ വെറുത്തതാണ്. റോബിന്റെ സീസണിൽ അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ജാസ്മീന്. പക്ഷെ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒരു മാറ്റമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അത് ഫീൽ ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ റിയാസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ ആദിലയ്ക്കും നൂറയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. നൂറ പമ്മിയിരിക്കുന്ന ഒരു ഫേക്ക് വുമണാണ്, മനസ്സിലായേ? പമ്മിയിരിക്കും, എല്ലാം കേട്ട് പമ്മി ഇരുന്നിട്ട് വിഷം ചീറ്റുന്ന സമയത്ത് മാത്രം ചീറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ആദില പെട്ടെന്ന് എടുത്തടിച്ച് പറയും, പക്ഷെ അതെല്ലാം മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എല്ലാം നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റൂ. കൂടെ നിന്നവരെ ചതിക്കുന്നു, അവരെന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കുന്നു, അല്ലെങ്കിൽ അവരെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ അനുമോൾ പേടിക്കുന്നുണ്ടായിരിക്കാം. നീ അങ്ങ് പറ, അങ്ങനെ തല പോകുന്നെങ്കിൽ അനുമോളുടെ തല അങ്ങ് പോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നീ അങ്ങ് പറയടേ, പരിതടത്ത് പിന്നെ ബാക്കി കാണാം എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഒരാളെ വിശ്വസിച്ച് പറയുന്ന കാര്യമാണ്. പക്ഷെ അത് വെച്ചൊരു ബ്ലാക്ക് മെയിലിംഗ്, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിലും ഇതിനെ ഒന്നും നമ്പാൻ കൊള്ളത്തില്ല. ഞാൻ ആദ്യം മുതൽ എന്റെ വീഡിയോസിൽ പറയുന്നുള്ള കാര്യങ്ങളാണ്. ആദിലെയും നൂറയും നമ്പരുത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇത്രയും പറയുമ്പോഴത്തേക്ക് അനുമോൾ ചെയ്തത് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ തെറ്റുണ്ട്. അനുമോൾ ചെയ്തതിൽ തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത്രയും ആത്മാർത്ഥമായ കൂട്ടുകാരായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവർക്ക് കടിച്ചു പറിക്കാൻ ഇട്ടുകൊടുക്കത്തില്ല. പക്ഷെ അനുമോള് ഒരിക്കലും അങ്ങോട്ട് പോയി ഇവരെ കടിച്ചു പറിക്കാൻ ഒരാളുടെ മുന്നിലും ഇട്ടുകൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുകയായിരുന്നു മറ്റുള്ളവർക്ക്. അനുമോളെ എന്തും ചെയ്യാമല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് ആർക്കും അനുമോളെ മാനസികമായിട്ട് ഇഷ്ടമല്ല. ഇപ്പൊ അനീഷിന് മാത്രമേ ഉള്ളൂ അനുമോളെ മനസ്സിലാക്കിയത്. നല്ല മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോളുടെ ക്യാരക്ടർ. ഇപ്പൊ അനീഷ് നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. അനീഷ് ഇപ്പം പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായിട്ടുണ്ട്. അതാണ് അനീഷിന്റെ ഒറിജിനൽ സ്വഭാവം ഇപ്പൊ കാണുന്നത്. എന്നുവെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ മസിൽ പിടുത്തമൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ചോദ്യം ചെയ്യാനും ശരിക്കും ചോദ്യം ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇടയ്ക്ക് റിപ്പീറ്റേഷൻ വരും എന്ന് പറഞ്ഞാലും
ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങി. അതുപോലെ ഇത്രയും പേര് എതിർത്ത് നിന്നപ്പോഴും അനുമോൾക്ക് വേണ്ടി അത്രയും പേരുടെ മുന്നിൽ വാദിച്ചതും കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതും ഈ പറഞ്ഞ അനീഷാണ്. അനീഷ് ചോദിച്ചു ഇത് ആരും നേരത്തെ ചെയ്തിട്ടില്ലേ എന്നുള്ളത്. എന്നുവെച്ചാൽ ജോലി ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഈ നൂറയും ആദിലയും കഴിഞ്ഞ ആഴ്ച ചെയ്ത കാര്യങ്ങളാണല്ലോ. അവിടെ നെവിനും അക്ബറും കൂടെ ജോലി ചെയ്യാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ ജോലി ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂടെ ഇറിറ്റേറ്റ് ചെയ്ത ആൾക്കാരല്ലേ. അപ്പം അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന അനീഷും ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പോഴാണ് ഈ നൂറ പറയുന്നത് ഇരിയടോ അവിടെ എന്നുള്ളത്. അപ്പൊ എത്രമാത്രം നല്ല ബഹുമാനം അല്ലേ. ഇപ്പം വെളിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇവരുടെ സ്വഭാവം ഇതിലും വെടക്കാകാൻ ചാൻസ് ഉണ്ട്. അകത്തത്തെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ളത്. കൂടുതലും ഈ നമ്മുടെ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ ശരിക്കും ഇപ്പോൾ യോജിക്കുന്നത് തന്നെയുണ്ട്. ഒരു കാരണവശാലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഇതിലും നമുക്ക് ഇപ്പോൾ തോന്നുന്നില്ല, കണ്ടാലും നമുക്ക് പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ അനുമോളോട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് നമ്മളായിട്ട് ചിന്തിക്കുക, അല്ലെ മറ്റൊരാളോടും ഇവർ ചെയ്യും. അത് 100% ഉറപ്പായ കാര്യമാണ്. തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റൊരാളെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാനും വിട്ടുകൊടുക്കാനും ഇവർ തയ്യാറാകും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിഗ് ബോസും ഇപ്പോൾ ആദിലയും നൂറയും തമ്മിലുള്ള ഗെയിം, ഇവർ 3 പേരും കൂടെ ചേർന്നുകൊണ്ട് അനുമോളെ കോർണർ ചെയ്യുന്നുണ്ട്. ഇനി അനുമോളുടെ ഭാവി എന്താകും എന്നറിയത്തില്ല. ഇനിയിപ്പോൾ അനുമോളെ ഇവരെന്തെങ്കിലും ട്രാപ്പിൽ പെടുത്തി ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും അനുമോള് കപ്പടിച്ചതുപോലെ തന്നെ വെളിയിൽ വരുത്തുള്ളൂ. ഈ പറയുന്ന ഷാനവാസിന് ഇപ്പൊ കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പെങ്ങന്മാരുടെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ ആദ്യമൊക്കെ ഒരുപാട് പേര് കളിയാക്കുമായിരുന്നെങ്കിലും ഇപ്പം ആ പെങ്ങന്മാര് കാരണം ഇപ്പോൾ പണി കിട്ടാൻ പോകുന്ന ഷാനവാസിനാണ്. അപ്പോഴും അനീഷിനും അനുമോൾക്കും എന്തായാലും കപ്പെടുക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അതിനുള്ള വോട്ടുകളും അവർക്ക് രണ്ടുപേർക്കുണ്ട്. ഇവർ രണ്ടുപേരിൽ ആരെടുക്കുന്നു മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. പക്ഷേ ഇതിലൊരു സാഹചര്യത്തിൽ അനുമോളെ ഇവർ ട്രാപ്പിലാക്കി അല്ലെങ്കിൽ മെന്റലി ഹരാസ് ചെയ്ത് അനുമോൾ സ്വന്തമായിട്ട് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാലും അനുമോൾക്കൊന്നും പേടിക്കാനില്ല. അനുമോൾ അത്രമാത്രം ഫാൻസിനെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും അനുമോൾ ഉണ്ടാവും. ഈ സീസൺ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്ന പേര് അനുമോളുടെ ആയിരിക്കും. അത് 100% ഉറപ്പായ കാര്യമാണ്. എന്നാൽ ഇത്രയും പറയുമ്പോൾ ഞാൻ PR ആണെന്ന് പറയും. ഞാൻ നേരത്തെ സമ്മതിച്ചു. ഈ പ്രാവശ്യം എന്തായാലും ഷാനവാസ്, അനീഷ, അനുമോൾ ഇവരെ 3 പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ തെറ്റെന്ന് തന്നെ പറയും, അതുപോലെ ശരിയെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഷാനവാസ് കാണിക്കുന്ന തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. ഷാനവാസ് ഈ പെങ്ങന്മാരുടെ കൂടെ നടന്ന് 8ന്റെ പണി വാങ്ങിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കറക്റ്റായിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക. പലരും ഈ പറ്റാ ഗേൾസ് പാറ്റാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദിലയ്ക്കും നൂറയ്ക്കും എല്ലാം കുറെ വോട്ടൊക്കെ വീതിച്ചു കൊടുത്തോണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും സമാധാനമായല്ലോ. അതുകൊണ്ട് എല്ലാവരും ബുദ്ധി ഉപയോഗിച്ച് വോട്ട് ചെയ്യുക. ഇനി അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യവും അവിടെ ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.